നമുക്കിന്നേ പപ്പടം കൊണ്ട് ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കുക. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 5-6 ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് 2-3 അല്ലി കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചില്ലി ഫ്ലെക്സ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 2 വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് വറുത്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലെക്സ് ഇല്ലാത്തൊരു വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വറുത്തിട്ട് നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച ചെറിയ ഉള്ളിയും പുളിയൊക്കെ ഉണ്ടല്ലോ, അതൊരു മിക്സിയിൽ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പപ്പടം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം നല്ലോണം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചെടുക്കല്ല, അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പടത്തിൽ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കൂടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒക്കെ ഇപ്പോൾ കഴിക്കാൻ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.